ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, എന്ത് പറ്റി, എന്താണ് വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മൾ 10 ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ആദ്യത്തെ പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കപ്പയും മുട്ടയും കൊണ്ടൊരു ഈസി സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ വലുപ്പത്തിലുള്ളൊരു കപ്പയുടെ കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിതാ ഇവിടെ ചെറിയ ഹോളുള്ള ഗ്രേറ്ററിലൂടെയാണ് കേട്ടോ ഇത് ഗ്രേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പീലർ വെച്ചിട്ട് ഇങ്ങനെ പീൽ ചെയ്തെടുത്താലും മതി കേട്ടോ. നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടണം, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്താലും മതി. ഇപ്പോൾ ഗ്രേറ്ററൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കഴുകി പിഴിഞ്ഞെടുക്കണം. ഈ കപ്പയിലുള്ള കട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ വേവിച്ചിട്ടാണെങ്കിലും അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ടല്ലേ കപ്പ എടുക്കുക. അതിൽ കട്ട്, അതായത് സ്റ്റാർച്ച് കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ലതല്ല എന്നാണ്. അപ്പോൾ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ടും. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിതിലേക്ക് ഒരു കോഴിമുട്ട ചേർക്കുകയാണ്. ഇതാ ഒരു കോഴിമുട്ട ചേർത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞത്, വലിയ ഉള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില അരിഞ്ഞത്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിവിടെ ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. കടലമാവിന് പകരം മൈദയോ അരിപ്പൊടിയൊക്കെ എടുക്കാം, പക്ഷേ കടലമാവാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമുക്കിത് കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊരു പിടി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ നല്ല ചൂടുണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ ആകെ പൊടിഞ്ഞു പോകും. ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടാലേ നമുക്കിത് ഷേപ്പിൽ കിട്ടുള്ളൂ കേട്ടോ. ഇതാ നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കപ്പ വെച്ചിട്ടൊക്കെ നമ്മൾ ചിപ്സ്, പൂള ചിപ്സൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ പൂളാന്നാട്ടോ പറയാം കപ്പക്ക്. കപ്പ, പൂള, കൊള്ളിക്കിഴങ്ങ്, അങ്ങനെ കുറേ പേരുണ്ടല്ലേ. നിങ്ങൾ എന്താണ് പറയാമെന്നൊന്ന് കമൻറ്റ് ഇടണേ. നമ്മൾ പൂള ചിപ്സൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടെ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ കപ്പയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ സ്നാക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയൊരു റെസിപ്പിയാണ്. നിങ്ങൾ മുമ്പ് വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലൊരു റെസിപ്പി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.